യുവതി യുവാക്കളെ സംബന്ധിച്ചോ അല്ലെ മാരീഡ് കപ്പിൾസിനെ സംബന്ധിച്ചോ അതിനപ്പുറത്തേക്ക് ഉള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് അവര് ഇച്ചിരിയുടെ മെച്യൂർ ആയിരിക്കും. ഇപ്പൊ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവരൊരിക്കലും മെച്യൂർ ആയിരിക്കില്ല. ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ സ്റ്റുഡൻസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറക്റ്റ് ആയിട്ടുള്ള വേയിൽ ഇത് മനസ്സിലാക്കാനുള്ള ആളുകൾ ആരും ഇല്ല. ഇതാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് പണ്ട് ടോർച്ചും കത്തിച്ച് ചൂട്ടും കത്തിച്ച് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പോയ ആൾക്കാരുണ്ടായിരിക്കും. അതിനുശേഷം അടുത്ത രീതിയിൽ പഠിച്ച ആൾക്കാരുണ്ട്. അതിങ്ങനെ അപ്ഗ്രേഡ് ആയി വന്നതാണ് ഇപ്പോഴത്തെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉള്ളത്. ഇപ്പൊ ഇവിടെ പോയി പഠിക്കുന്ന ആളുടെ മാനസികാവസ്ഥ പണ്ട് പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്ട്രെസ്സിന്റെ ഏറ്റവും വലിയ കാര്യം. ഇതോടൊപ്പം തന്നെ ഇവര് മറ്റു കുട്ടികളെ ആയിട്ട് സ്വന്തം മക്കളെ കമ്പയർ ചെയ്യും. മറ്റേ ചേട്ടന്റെ മകനെ കണ്ടില്ലേ, അവൻ ഇത്ര മാർക്കുണ്ട്, നിനക്ക് എന്താ മാർക്ക് കുറഞ്ഞത്, ഞങ്ങൾ എന്ത് സൗകര്യമാണ് നിനക്ക് ചെയ്തു തരാതിരുന്നതെന്നാണ് സ്റ്റുഡൻസിനോട്, അതായത് മക്കളോട് നമ്മുടെ പേരൻസ് ചോദിക്കുന്നത്. ഈ പേരൻസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് അതിനനുസരിച്ചാണോ ഈ പേരൻസ് ചെയ്തത് എന്ന് ഇവർ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് ബേസിക്. അതിനുശേഷം മുതൽ തന്നെ ഈ സ്റ്റുഡന്റ് എന്താണ് ആഗ്രഹിക്കുന്നത്, ആ 10 വർഷം സ്കൂളിൽ പോയി പഠിച്ചതിന് ശേഷം ഈ സ്റ്റുഡന്റ് ഏത് വിഷയത്തിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ഈ സ്റ്റുഡന്റ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പേരന്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ ഉള്ളൂ +2 സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുക്കണോ എന്നൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.